ആ 506 അംഗങ്ങളുള്ള ഒരു സംഘടന ഒരു വലിയ മാഫിയ സംഘമായി പ്രവർത്തിച്ചുവെന്നും അതിനുള്ളിൽ ശബ്ദം നഷ്ടപ്പെട്ടു പോയ ചിലർ മറ്റുള്ളവരെ അനുകരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ്. ലോകത്തൊരിടത്തും ഇങ്ങനെയൊരു സംഘടന കുറ്റാരോപിതനെയും പരാതി നൽകിയ സ്ത്രീയെയും ഇവർ രണ്ടുപേരും എൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പുലുകിയിട്ടില്ല. ഒടുവിലിതാ അങ്ങനെ പറഞ്ഞയാൾ ഇപ്പോൾ നിയമക്കുരുക്കിൽ പെട്ടു നിൽക്കുന്ന അവസ്ഥയുണ്ടാവുന്നു. നാളെ മൂന്നാമത്തെ വിക്കറ്റായി ആ വിക്കറ്റ് വീഴാൻ ഇങ്ങനെ ആടി നിൽക്കുന്നു. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ 3 വിക്കറ്റ് കൊണ്ട് അവസാനിക്കുമോ, ഓൾ ഔട്ട് ആകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതത്ര പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു ഉരുൾപൊട്ടലല്ല. ഇത് ഉരുൾപൊട്ടി തുടങ്ങിയിട്ടേയുള്ളൂ. അത് താഴേക്ക് കൂടുതൽ ചലനങ്ങളും ആഘാതവും ഏൽപ്പിച്ച് എവിടേക്കൊക്കെ ചെന്ന് കയറുമെന്ന കാര്യത്തിൽ ഇപ്പോഴും തീർച്ചയില്ല. അതാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് അന്വേഷണം ഇങ്ങനെ മതിയോ എന്ന ചോദ്യത്തിന് വെളിപ്പെടുത്തലുകളിലല്ല അന്വേഷണം. ആ റിപ്പോർട്ടിൻ്റെ 2ാമത്തെ അനക്സിൽ തെളിവുകളുണ്ട്, മൊഴികളുണ്ട്. ആ മൊഴികളിൽ വേട്ടക്കാരെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. ഇനിയും അതിന്മേൽ നിങ്ങൾ അടയിരിക്കരുത്.